കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുധീഷ് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് പുറത്തോട്ടേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നികേഷ് വരുന്നുണ്ട്. നികേഷിനെ കണ്ട പാടെ സുധീഷ് പറയുന്നുണ്ട്, അത് നികേഷ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്ത് നികേഷിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടാകും. അപ്പോൾ സുധീഷ് കരുതും അത് ആരാണെന്ന് കരുതി ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നികേഷും അതുപോലെ ആ പെൺകുട്ടിയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് സുധീഷ് കാണുന്നത്. നികേഷിൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഹോട്ടൽ മുറിയിലോട്ടൊക്കെ പോകുന്നത് ചോദിക്കുകയാണ് നികേഷിനോട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, പുറത്ത് നിന്ന് സംസാരിക്കാൻ നിനക്കും എനിക്കും പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഹോട്ടലാണ്, അപ്പോൾ ഇങ്ങോട്ടേക്ക് ആരും വരില്ല, അപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് അവളെയും കൊണ്ട് ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് നികേഷിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട് വന്നതിന് ശേഷം നികേഷിൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ നികേഷിൻ്റെ ഫ്രണ്ടിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് നികേഷ് അതുപോലെ നികേഷിൻ്റെ ഗേൾ ഫ്രണ്ടിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നികേഷിൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നികേഷിൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സുഖമല്ലേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ആ സുഖമാണെന്ന് പറയുന്നുണ്ട്. അതിന് നികേഷിൻ്റെ ഫ്രണ്ട് നികേഷിന് ചാവി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ റൂമിലോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നികേഷ് അത് വാങ്ങിച്ച് മുറിയിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് സുധീഷ് നികേഷ് എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നികേഷ് തിരിഞ്ഞു നോക്കുക. അങ്ങനെ സുധീഷ് നികേഷിൻ്റെ അടുത്തോട്ടേക്ക് ചെന്ന് നികേഷിൻ്റെ ഷർട്ട് കയറി പിടിച്ച് അവനെ വലിച്ച് ഞങ്ങൾ ദൂരേക്ക് മാറ്റി നിർത്തി അവനെ തല്ലുന്നുണ്ട്. ആ സമയത്ത് നികേഷിൻ്റെ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അവനെ തല്ലല്ലേ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും സുധീഷ് അതൊന്നും കേൾക്കാതെ നികേഷിനെ തല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് അത് സ്വപ്നം കണ്ടതായിരിക്കും. സുധീഷ് മനസ്സിൽ കരുതും, എന്തിനാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നികേഷിനെ വിളിക്കും. ആ സമയത്ത് ഫോൺ എടുക്കില്ല നികേഷ്. പിന്നീട് ജോലി സ്ഥലത്ത് സുഭാഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷിന് ഒരു കോള് വരും. അങ്ങനെ കോൾ എടുത്തതിന് ശേഷം അത് നികേഷിൻ്റെ പ്രിൻസിപ്പാളായിരിക്കും. പ്രിൻസിപ്പാൾ പറയും, നികേഷ് കുറച്ച് ആയിട്ട് കോളേജിൽ പതിവായിട്ട് വരുന്നില്ല, എപ്പോഴെങ്കിലൊക്കെയാണ് കോളേജിൽ വരുന്നതെന്ന് പറയും. ആ സമയത്ത് സുഭാഷ് പറയും, അവന് എന്നും കോളേജിലോട്ട് വരാറുണ്ടല്ലോ, 80% മാർക്കുണ്ടെങ്കിൽ മാത്രമേ എക്സാം ഇനി അങ്ങോട്ടേക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് സുഭാഷിനോട് പറയും. ആ സമയത്ത് സുഭാഷ് സങ്കടത്തോട് കൂടി പറയും, ഞാൻ നികേഷിനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യും. സുഭാഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, അവന് എക്സാമാണ്, മോഡൽ എക്സാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കയ്യിൽ നിന്നും 2000 രൂപ വാങ്ങിച്ചില്ലേ, അപ്പോൾ അതെന്തിനായിരിക്കും എന്നിങ്ങനെ സുഭാഷ് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയാണ്. ടെൻഷനോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സുധീഷിന് ഒരു ഫോൺ വരും. ആ ഫോൺ എടുക്കുന്ന സമയത്ത് സുധീഷിനോട് പറയും, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയും. ആ സമയത്ത് സുധീഷ് പറയും, ഓക്കെ സർ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ അവിടെ കട്ട് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം അങ്ങോട്ടേക്ക് പോലീസ് വരും. അങ്ങനെ പോലീസ് വരുന്നത് കണ്ട് സുധീഷ് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയായിരിക്കും. അങ്ങനെ പോലീസ് ഹോട്ടൽ മുറിയിലോട്ട് കയറി അവിടെ ചെന്ന് അവരോട് ചോദിക്കും, ഇതിൻ്റെ മുതലാളി എവിടെയും ചോദിക്കും. ആ സമയത്ത് അവിടെയുള്ള മാനേജർ പറയും, മുതലാളി ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ മുതലാളിയെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിളിക്കും. ആ സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കും, എന്താണ് അവർ പറയുന്നതെന്ന് നോക്കാൻ. അവിടെയുള്ള ഒരു ഹോട്ടൽ മുറിയിൽ നികേഷിൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി സംസാരിച്ചു കൊണ്ട് ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. അങ്ങനെ പോലീസ് വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നികേഷിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ സാറ് എന്താ പ്രശ്നം എന്ന് നികേഷിൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് എന്ന്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്, എല്ലാ റൂമും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്ന് പറയും. ആ സമയത്ത് നികേഷിൻ്റെ ഫ്രണ്ട് പറയും, ഇവിടെ ഒരു കള്ളത്തരവും നടക്കുന്നില്ല, നിങ്ങൾക്ക് തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക എന്ന് പറയും. ആ സമയത്ത് പോലീസ് പറയും, ഞങ്ങൾക്ക് അങ്ങനെ തെറ്റായിട്ടൊന്നും കിട്ടാറില്ല, ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എല്ലാ മുറികളും സെർച്ച് ചെയ്യാൻ പോകും. അങ്ങനെ പോലീസ് അവിടെയുള്ള എല്ലാ മുറികളും തപ്പുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ കുറേ കോളേജ് കുട്ടികളെ പിടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും പോലീസ് ജീപ്പിലോട്ട് കൊണ്ട് കയറ്റാൻ പറയുകയാണ്. അങ്ങനെ ഒടുവിന് നികേഷിൻ്റെ റൂമിലോട്ടാണ് വരുന്നത്. നികേഷിൻ്റെ മുറിക്ക് പോയി
തട്ടുന്നുണ്ട്. ആ സമയത്ത് നികേഷ് ചെന്ന് വാതിൽ തുറക്കുകയാണ്. പോലീസ് വാതിലിന് വന്ന് മുട്ടുന്ന സമയത്ത് നികേഷും അതുപോലെ നികേഷിൻ്റെ ഗേൾഫ്രണ്ടും പേടിക്കുന്നുണ്ട്. നികേഷിൻ്റെ ഗേൾഫ്രണ്ട് പോലീസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നികേഷിൻ്റെ ഗേൾഫ്രണ്ട് കരയുകയാണ്. അങ്ങനെ നികേഷ് പോയി മുറി വാതിൽ തുറക്കും. അങ്ങനെ എന്താടാ ഇവിടെ പണി എന്ന് പോലീസ് അവരോട് ചോദിക്കും. ആ സമയത്ത് നികേഷ് പറയും, ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓ, നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് മുറിയൊക്കെ വേണമെന്ന് പറയും. അങ്ങനെ പോലീസ് പറയും, ഇവരുടെ ബാഗൊക്കെ ഒന്ന് പോയി തപ്പെന്ന് പറയും. ആ സമയത്ത് നികേഷിനോട് പോലീസ് ചോദിക്കും, നീ മദ്യപിച്ചിട്ടുണ്ടോടാ ചോദിക്കും. അപ്പോൾ നികേഷ് പറയും, ഇല്ലാന്ന്. എങ്കിൽ ഊതടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ കൊണ്ട് ഊതിപ്പിക്കും. അങ്ങനെ ഊതിപ്പിക്കുന്ന സമയത്ത് നികേഷ് കള്ള് കുടിച്ചിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലാകും. അപ്പോൾ മറ്റുള്ള പോലീസുകാർ പറയും, ഇവരുടെ ബാഗിൽ ഒന്നും ഇല്ലെന്ന് പറയും. പോലീസ് നികേഷിനോട് ചോദിക്കും, നിൻ്റെ പേരെന്താടാ ചോദിക്കും. ആ സമയത്ത് നികേഷ് പറയും, എൻ്റെ പേര് നികേഷ് എന്നാണെന്ന്. അവളുടെ പേരെന്താ ചോദിക്കും. ആ സമയത്ത് നികേഷ് പറയും, ഗായത്രി എന്ന്. എന്താ നിങ്ങൾക്ക് ഇവിടെ പണിയെന്ന് ചോദിക്കും. സംസാരിക്കുകയായിരുന്നു എന്ന് പറയും. എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞങ്ങൾ കോളേജിൽ പഠിക്കാമെന്ന് പറയും. കോളേജിൽ പഠിക്കുന്ന നിങ്ങൾക്ക് എന്താ ലോഡ്ജിൽ കാര്യം എന്ന് ചോദിക്കും. അപ്പോഴും നികേഷ് പറയും, ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു സാറേ, ഇനി ബാക്കിയൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം എന്ന് പറയും. അത് കേട്ടുകൊണ്ട് നികേഷിൻ്റെ ഗേൾഫ്രണ്ട് കരയുകയാണ്. പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയാം. ആ സമയത്ത് നികേഷ് പറയും, സാറേ ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ. അതൊന്നും പറ്റില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം, നടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 2 പേരെയും കൊണ്ട് പോലീസ് പോകുകയാണ് അവിടെ നിന്ന്. നികേഷിനെ പോലീസ് വണ്ടിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നികേഷ് സുധീഷിനെ കാണുന്നുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ ഇവരെന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് ചെന്ന് പോലീസിനോട് പറയുന്നുണ്ട്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാനിട്ടാണ് അവന് ഹോട്ടൽ മുറിയിൽ ഒരു പെൺകുട്ടിയായിട്ട് ഞങ്ങൾ പിടിച്ചതെന്ന് പറയും. സാറേ, അവൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അവനക്ക് തെറ്റ് പറ്റിയതാണ്, അവൻ കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞാണ്, അവന് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകല്ലെന്ന് പറയും സുധീഷ്. ആ സമയത്ത് പോലീസ് പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് വാ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും. പിന്നീട് സുധീഷിനെയും അതുപോലെ സുഭാഷിനെയും നിധിയെയാണ് കാണിക്കുന്നത്. അവർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് സുഭാഷ് പറയും, നീ പോലീസിനോട് സംസാരിച്ചില്ലേ സുധീഷ് എന്ന് പറയും. ഞാൻ സംസാരിച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നാൽ മതിയെന്ന്. സമയത്ത് നിധി പറയും, സുധീഷ് നീ പറഞ്ഞില്ലേ അവന് കോളേജിൽ പഠിക്കുന്നതാണെന്ന്. അപ്പോൾ സുധീഷ് പറയും, എല്ലാം ഞാൻ അവരോട് പറഞ്ഞതാ, അവർ പറഞ്ഞത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ഇവിടെ ഹോട്ടൽ മുറിയിൽ കാര്യം എന്നാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ സുഭാഷ് പറയും, ഇങ്ങോട്ട് വാ, നമുക്ക് ചെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും അതുപോലെ സുധീഷും നിധിയും പോലീസ് സ്റ്റേഷനിലോട്ട് പോകുകയാണ്. അങ്ങനെ സുഭാഷും നിധിയും സുധീഷും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലെത്തിയ സമയത്ത് അവരെ കണ്ട ഇതിൽ നികേഷ് ഓടിച്ചെന്ന് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട്, അവിടെ പോയി ഇരിക്കടാ എന്ന് പറയുകയാണ്. അങ്ങനെ നികേഷ് കരഞ്ഞുകൊണ്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. സുഭാഷ് പോലീസിനോട് പറയുന്നുണ്ട്, അവന് ചെറിയ കുട്ടിയല്ലേ, അവനെ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അവനാണോ ചെറിയ കുട്ടി? ചെറിയ കുട്ടി ഒന്നുമല്ല, അവന് കോളേജിൽ പഠിക്കുന്നവനല്ലേ, കോളേജിലൊന്നും പോകാതെ അവന് പോയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഹോട്ടൽ മുറിയിലോട്ട്, അവനും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടെ. അപ്പോൾ പോലീസ് ചോദിക്കും, നിങ്ങൾ ആരാന്ന് ചോദിക്കും. ആ സമയത്ത് സുഭാഷ് പറയും, ഞാൻ അവൻ്റെ ചേട്ടനാ. അതുപോലെ സുധീഷിനെയും കാണിച്ചു കൊടുക്കും, ഞങ്ങൾ 2 പേരും അവൻ്റെ ചേട്ടന്മാരാണ്, അത് അവൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് നിധിയെയും കാണിച്ചു കൊടുക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.